നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സിന്ദാബാദ് പഞ്ചായത്ത് മാർച്ച് സിന്ദാബാദ് പഞ്ചായത്ത് മാർച്ച് സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് പഞ്ചായത്ത് മാർച്ച് സിന്ദാബാദ് നാഷണൽ മാർച്ച് സിന്ദാബാദ് പഞ്ചായത്ത് മാർച്ച് സിന്ദാബാദ് പഞ്ചായത്ത് മാർച്ച് സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് പിന്തുടരണം. പഞ്ചായത്തിന് നല്ല കാലം, പഞ്ചായത്തിന് നല്ല 20 വർഷം കൊണ്ട് പഞ്ചായത്തിന് സ്വന്തക്കാർക്കും പഞ്ചായത്തിന് സ്വന്തക്കാർക്കും പഞ്ചായത്തിന് പാർട്ടിക്കാർക്കും പഞ്ചായത്തിന് പാർട്ടിക്കാർക്കും കട്ടുപിടിച്ചത് മതിയായില്ലേ കട്ടുപിടിച്ചത് മതിയായില്ലേ അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തൊരു ബിൽഡിംഗ് കൂടെ കെട്ടിവെച്ചിട്ടുണ്ട്, ആർട്ട് ഗാലറി പറഞ്ഞിട്ട്. അവിടെ മുമ്പില് ഒരു മഴ പെയ്ത അതിൽ കൂടെ ഒരാൾക്ക് നടക്കാൻ പറ്റാത്ത രീതിയിലാണ് ആ റോഡിന്റെ. അസംബ്ലി മത്സരിക്കുമ്പോൾ അതിൽ ഓടി നടന്നിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ, UDFന്റെ 87. അപ്പോൾ 24 വയസ്സാകുമ്പോൾ ആണ് ഞാൻ ഇവിടെ മത്സരിച്ചത്. പക്ഷെ ഒരു മാറ്റവും ഈ മലമ്പുഴയില്ല. കാലാകാലങ്ങളായി CPM-നെ ജയിപ്പിക്കുക എന്നല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം ആര് ചെയ്താലും ചെയ്തില്ലെങ്കിൽ ഒന്നും ചെയ്തില്ലെങ്കിൽ വിരോധമില്ല, ഞങ്ങളുടെ ആൾ ജയിച്ചു വരണം എന്നല്ലാതെ വികസനം എന്നൊരു ലക്ഷ്യം അവർക്കില്ല. ഒരു വർഗമാണ് CPM. നുണ മാത്രമേ പറയുള്ളൂ. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഈ പഞ്ചായത്തിൻ്റെ മുന്നിൽ ഇപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ വികസനം മുരടിപ്പിക്കുന്നതിനെതിരെയാണ് കോൺഗ്രസിൻ്റെ പ്രതിഷേധം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പഞ്ചായത്തുകൾക്ക് കൊടുക്കുന്ന ഫണ്ടിൻ്റെ ഒരു ഭാഗം വെട്ടിക്കുറച്ചിട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. പഞ്ചായത്ത് കൊടുക്കുന്ന ഫണ്ടിൻ്റെ ഒരു ഭാഗം വെട്ടിക്കുറച്ചിരിക്കുന്നു. എന്നിട്ടും പറയുന്നു വികസനം കൂടുതലാണെന്ന് പറയുന്നത്. പൈസ ഉണ്ടെങ്കിലല്ലേ വികസനം നടത്തുള്ളൂ. ഗവൺമെന്റിന്റെ വികസന സെമിനാർ നടത്താൻ പഞ്ചായത്തുകളെ ഏൽപ്പിച്ചപ്പോൾ പഞ്ചായത്തിന്റെ 2 ലക്ഷം രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. എല്ലാ പഞ്ചായത്തിന്റെയും, എനിക്കിവിടെ നുണ പറയേണ്ട കാര്യമില്ല, എല്ലാ പഞ്ചായത്തിന്റെയും 2 ലക്ഷം രൂപ മാറ്റിവെച്ചു. നിങ്ങൾ ഓർക്ക് നോക്കണം, ഗവൺമെന്റിന്റെ വികസനം സെമിനാർ നടത്താനും വികസനത്തെ കൊടുത്ത് അതുപോലെ അതിനകത്ത് വർഷം ഭരിച്ചൊരു പഞ്ചായത്തായിരുന്നു CPM. 2000 മുതൽ 2020 വരെ അവിടെ ആ പഞ്ചായത്ത് ഭരിച്ച CPM-ൽ നിന്നും ഞാൻ പറഞ്ഞു 20 വർഷം, ഇവിടെ 20 ഞങ്ങൾ ഈ 2020 തിരിച്ചു പിടിച്ചു. വലിയ മാറ്റങ്ങൾ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും. ഞാൻ ഇവിടെ പറയാൻ ഓരോ കാര്യങ്ങൾ. ഇപ്പൊ ഈ പഞ്ചായത്തിന്റെ റോഡിന്റെ അവസ്ഥ പറഞ്ഞു. തുടർച്ചയായി ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് തോന്നും, CPM-ന് തോന്നും ഒന്നും ചെയ്തിട്ടില്ല, എന്താ കുഴപ്പം, ഈ പഞ്ചായത്തിൽ വന്നിട്ട് നല്ല ഒരു കട്ടിലിൽ ബെഡിട്ടിട്ട് കിടന്നുറങ്ങിയാലും കുഴപ്പമില്ല, കാരണം തെരഞ്ഞെടുപ്പ് വന്നാൽ ഈ ചുറ്റിക അരിവാൾ നക്ഷത്രത്തിന് വോട്ട് ചെയ്യാൻ ആളുകളുണ്ട് എന്ന ധാരണ, അത് മാറ്റണം, നിർബന്ധമാണ്. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.